ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഏവരെയും അലട്ടുന്ന ഒരു പ്രധാന വിഷയമാണ് നമ്മുടെ താരനല്ല അഥവാ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഈ ഡാൻഡ്രഫ് നമ്മുടെ ബോഡിയിൽ എങ്ങനെ ഉണ്ടാകുന്നു, അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ പൂപ്പലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ കൂടുതലായിട്ട് ആന്റിബയോട്ടിക്കുകൾ കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നല്ല ബാക്ടീരിയ നമ്മുടെ വയറിനുള്ളിലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലുള്ളത് നശിച്ചു പോവുകയും ചീത്ത ബാക്ടീരിയകളും ഫംഗസും കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുകയും അത് സ്കിന്നിലോട്ടും തലയുടെ സ്കിന്നായ സ്കാൽപ്പിലോട്ടും ഒക്കെ പ്രവേശിച്ച് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നതാണ് ഈ താരൻ എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇത് നശിപ്പിക്കുന്നതിന് വേണ്ടി, ഈ നല്ല ബാക്ടീരിയ ഉൽപാദനം നല്ലതുപോലെ ആക്കുന്നതിന് വേണ്ടി ആന്റിബയോട്ടിക്കുകളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം ഉപേക്ഷിക്കുകയും അതുപോലെ തന്നെ പ്രോബയോട്ടിക്കുകൾ, അതായത് തൈര് കൂടുതലായിട്ട് കുടിക്കുക, അതുപോലെ മെഡിക്കൽ സ്റ്റോറുകളിൽ മേടിക്കാൻ കിട്ടും പ്രോബയോട്ടിക്സ്, ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബാക്ടീരിയകൾ ഉത്പാദിപ്പിക്കപ്പെടുകയും ചീത്ത ബാക്ടീരിയയും ഫംഗസിനെ ഒഴിവാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ മധുരം ഉപയോഗിക്കുന്നവരാണെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിര ഇളക്കണം. എന്താ വെച്ചാൽ 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ ഒക്കെ വിര ഇളക്കുന്നതിന്റെ കൂട്ടത്തിൽ ABD+ എന്ന് പറഞ്ഞ ആൽബൻഡസോൾ പ്ലസ് മൈക്രണസോൾ, ഇത് വിരയും അതുപോലെ തന്നെ ഫംഗസിനെയും ഒരുപോലെ നശിപ്പിച്ച് കളയുന്നതാണ്. അപ്പൊ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാം. അതുപോലെ തന്നെ ഈ പൂപ്പൽ അടങ്ങിയ ഒരു സാധനങ്ങൾ, അച്ചാറുകളൊക്കെ കിട്ടും, അതൊക്കെ ബ്രെഡൊക്കെ കിട്ടും, അതൊക്കെ പൂപ്പൽ അടങ്ങിയിരിക്കുന്നതാണെങ്കിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അതുപോലെ അടുപ്പിച്ച് എണ്ണ വെച്ചുള്ള കുളി ഒഴിവാക്കുക. ചൂടുള്ള സമയത്ത് ബോഡി നല്ലപോലെ കഴുകി വൃത്തിയാക്കാം, പക്ഷെ തലയിൽ അടുപ്പിച്ചുള്ള എണ്ണ വെച്ചുള്ള കുളി ഒഴിവാക്കുക. അതിന് പകരം നമുക്ക് എണ്ണയ്ക്ക് പകരം ഹിമാലയയുടെ ഏത് ആയുർവേദിക് പ്രോഡക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ആന്റി ഡാൻഡ്രഫ് ഹെയർ ക്രീം മേടിക്കാൻ കിട്ടും. ഈ എണ്ണയ്ക്ക് പകരം തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുമ്പോൾ ആ ചൂടായ ഡ്രൈ ആയ അവസ്ഥ ഉണ്ടാവുകയുമില്ല, ഈ താരനെ ഒഴിവായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ താരൻ മുഖത്തോട്ടൊക്കെ വീഴുന്നത് മുഖേന കറുപ്പ് പാടുകളും കുത്തുകളും ഒക്കെ വരുന്നതിന്റെ പോകാനുള്ള ശാശ്വത പരിഹാരം കലാട്രി ലോഷൻ, അത് നല്ലവണ്ണമൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മുടെ താരെല്ലാം മാറി മുഖം നല്ലതുപോലെ വെട്ടിത്തിളങ്ങുകയും ചെയ്യും. അതുപോലെ ഇതിന് പകരമായി ഇത് മാറ്റാൻ വേണ്ടി, താരം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവ നല്ലതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അത് തൈരുമായി ചേർത്ത് മിക്സിയിൽ അടിച്ച് തൈരുമായി ചേർത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് എഫക്ട് തലമുടിക്ക് കിട്ടുകയും ഇടതൂർന്ന മുടി ഉണ്ടാവുകയും അതുപോലെ താരൻ മാറിക്കിട്ടുകയും ചെയ്യും. കീറ്റോകോണസോൾ അടങ്ങിയ ഷാമ്പൂകളും ബീറ്റാമെത്തസോൺ അടങ്ങിയ ലോഷനും ഒക്കെ മെഡിക്കൽ സ്റ്റോറുകളിൽ മേടിക്കാൻ കിട്ടും. അത് ഉപയോഗിക്കുകയാണെങ്കിലും ഈ താരന് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക.